ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള 3 വെരി യൂസ്ഫുൾ പ്രോഡക്ട്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു ഓവർഡോർ ഹാങ്ങറാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ സ്പേസിൽ ഒരുപാട് ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസർ കൂടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ വൈഡായിട്ടുള്ള ഹുക്കുള്ള ഹാങ്ങറാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കിത് ബാഗും ക്ലോത്തൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കിച്ചണിലേക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഒരു ഹുക്കൊക്കെ തിന്നായിട്ട് വരുന്നതൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ യൂറ്റൻസിൽസൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ഹുക്ക് വരുന്ന ഹാങ്ങർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു ഹാങ്ങർ എവിടെ വേണമെങ്കിലും റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രൊഡക്റ്റും കൂടിയിട്ടാണിത്. ഇനി നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു സ്പേസ് സേവിങ് പ്രൊഡക്റ്റാണ്. നമുക്ക് വേർട്ടിക്കൽ സ്പേസൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു സ്പേസ് എൻഹാൻസറാണ്. അപ്പോൾ സിംഗിൾ പാക്കിൽ തന്നെ 2 പീസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കെറ്റിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കെറ്റിൽ ഡയറക്റ്റ് വെക്കാണ്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് എൻഹാൻസർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കത് വേണമെങ്കിൽ താഴെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയും യൂസ് ആവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഡിഷ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കാണ്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് സ്പേസൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നല്ല ഹെവി ഐറ്റംസൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണത്. അപ്പോൾ ഇത്രയും വലിയ യൂറ്റൻസിലൊക്കെ ഇതിൻ്റെ താഴെ വെക്കാനും കൂടെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ്ലി നമുക്കിതൊരു ടീ കോർണറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു എൻഹാൻസർ കൂടിയിട്ടാണത്. അപ്പോൾ നമുക്ക് ചായയുടെ സമയത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വേർട്ടിക്കൽ സ്പേസൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ബാക്കി താഴെ ഇപ്പോൾ ഞാൻ കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടെ സ്പേസ് അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ഹെൽത്ത് മിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചായ കുടിക്കുന്ന നേരത്തെ അവർക്ക് കലക്കി കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവനിങ് ചായയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് വേറെ കുറേ സ്ഥലത്ത് പരിധി നടക്കാണ്ട് ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ കൂടി പറ്റുന്നൊരു ഐറ്റം കൂടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന തേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ പാത്രമൊക്കെ കഴുകിയിട്ട് വെക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലേറ്റ് ഓർഗനൈസറിലാണ്. അപ്പോൾ ട്രെയിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകും. ട്രെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ അടിയിൽ ഇങ്ങനെ ബാലൻസ് വന്ന് നിന്നിട്ട് പിന്നെ അത് നമുക്കെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിലും അതിൻ്റെ താഴെ കുറച്ച് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിലാണെങ്കിലും നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ പിന്നെയും വാട്ടർ കണ്ടൻറ്റ് നിൽക്കാനും അതൊരു വൈറ്റ് സ്റ്റെയിൻ ലീവ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ഡിഷ് ഡ്രെയിനർ ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രേയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ബേസിൽ വെക്കുന്നതാണ് ഈ ഒരു ട്രേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഈ ഒരു ട്രേയിൽ കളക്ട് ചെയ്തിട്ട് പിന്നീട് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രേ വരുന്നത് തന്നെ ഒരു സ്ലോപ്പിലാണ്. അതുപോലെ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു സ്പേസും കൂടെ കൊടുത്തതുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ അങ്ങനെ തന്നെ സിങ്കിലേക്ക് തന്നെ പോകും. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് വയ്ക്കുന്ന പാത്രത്തിൽ എത്ര വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിലും അതപ്പോൾ തന്നെ ഡ്രെയിൻ ചെയ്ത് സിങ്കിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ബേസ് ഏരിയ ക്ലീനും ഹൈജീനൊക്കെ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുള്ളാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷെയറിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്